ഭയങ്കര രസമാ. പുള്ളി പൈസയെ നമ്മുടെ ശമ്പളം ജീപ്പിൽ ഇടുന്നാ പറഞ്ഞേ. പുള്ളിയുടെ ജീപ്പ് അവിടെ കിടപ്പിട്ട് പുറകെ പോയി ഇടക്കിടക്ക് നോക്കണം. കേട്ടോ, രാവിലെ ഞാൻ ഛർദ്ദിക്കാൻ വരുവാ. നിനക്ക് ഛർദ്ദിക്കാൻ വരുന്നോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, മുട്ടയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചാലോ? ഈ ഛർദ്ദിക്കാൻ വരുന്നതിന്റെ കൂടെ പൊറോട്ട മുട്ടയും കൂടെ തിന്നാനോ? എന്നാ ഇവരൊക്കെ വലിയ പണക്കാരൻ വീടല്ലേ, ഇവിടെ വന്ന് നമ്മൾ മുറ്റത്ത് വന്ന് ഒന്നും ഇല്ലാതെ കാറ്റ് മാത്രം ഛർദ്ദിച്ചു നോക്കുന്ന നാണക്കേടല്ലയോ? നമ്മുടെ ഇല്ലായ്മ നമ്മൾ അറിയിക്കരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പൊറോട്ട കഴിക്കാം. അങ്ങനെയാണെ ഒരു കാര്യം ചെയ്യ്, എനിക്കൂടെ താളാവേ, എനിക്കൂടെ താ. അതല്ലേലും ഓസാന്നല്ലോ എല്ലാ ദിവസവും. കാണിച്ച് എങ്ങനെയുണ്ട് പൊറോട്ട? എവിടെ മേടിച്ചേ? ഞാൻ രാജുവണ്ണന്റെ കടയിൽ നിന്നാ വാങ്ങിച്ചേ. രാജുവിന്റെ കടയിൽ നല്ല സാധനം തരുന്നല്ലോ. ആഹാ, അടിപൊളി പൊറോട്ടാണടാ. ഉള്ളി എന്തിയെ? ഉണ്ണി ഇപ്പൊ അവന് അവിടെ ഇല്ല, കടയിലില്ല, പോയെന്ന് തോന്നുന്നു. മട്ടാട് ഉണ്ണി എന്തിയെന്ന്? മുട്ടയുടെ ഉണ്ണി അത് ഞാൻ ആ മുട്ട കിട്ടിയപ്പോഴേ അവിടെ വെച്ചാ കഴിച്ചു. എടാ ഫോൺ എടുക്കുന്നത് ഇതാ ജോണ്. ലോണല്ല ലോണ്. അണ്ണ ഇപ്പൊ എന്തോ പറയണ? അപ്പൊ ലോണ് കഴിഞ്ഞ ദിവസം തൊട്ട് വിളി, എന്റെ ഒരു പൈസ ഇല്ല കൊടുക്കാൻ. ഇത് കഴിഞ്ഞ് ആ